BJP RSS സിന്ദാബാദ്. കേട്ട എനിക്കാണോ കണ്ട നിങ്ങൾക്കാണോ തെറ്റിയത്? ഒന്ന് കണ്ടിട്ട് വന്നേക്ക്. കണ്ടല്ലോ, നമുക്ക് രണ്ടു കൂട്ടർക്കും തെറ്റിയിട്ടില്ല. അതായത് CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് BJP RSS സിന്ദാബാദ് വിളികളോടെ ശുഭമായി പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് എല്ലാ നേതാക്കളും പങ്കെടുത്ത CPM ദേശീയ സെക്രട്ടറിയൊക്കെ എന്താ പറയുക തീരുമാനിച്ച മധുരയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ് 24ാമത് പാർട്ടി കോൺഗ്രസിൽ ജയ് വിളിച്ചത് RSS BJP സിന്ദാബാദ്. ഇതിനെ എന്താ പറയുക, അതിനെ അങ്ങ് ചേർത്ത് വിളിക്കുകയാണ് പിണറായി വിജയനും ബൃന്ദ കാരാട്ടുമൊക്കെ. അതായത് സിന്ദാബാദ്, RSS സിന്ദാബാദ്, BJP സിന്ദാബാദ് എന്ന് പറയുമ്പോൾ സിന്ദാബാദ് എന്ന്, അതായത് പാർട്ടി കോൺഗ്രസിലും ഞങ്ങൾ BJPക്കാർക്കൊപ്പമാണ് എന്ന് പറയാതെ പറയുകയാണ് ഇവരൊക്കെ. നമുക്ക് ഈ വിളിച്ചവർക്ക് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നൊക്കെ ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ പണ്ട് ഈ ആഠ്യത്വമുള്ള തറവാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ജോലിക്കാരുണ്ടാകും. ശരിക്കും ഈ തെങ്ങും തോപ്പുകൾ, നെൽപ്പാടങ്ങൾ ഇതൊക്കെ കൃഷി ചെയ്തും തേങ്ങ കൊണ്ടുവന്നും വെട്ടിയും ആട്ടിയും ഒക്കെ അങ്ങ് വലിയ ലാവിഷായിട്ട് ജീവിക്കുന്ന ആഠ്യത്വമുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ആ തറവാട് ക്ഷയിച്ച് അന്യം നിന്ന് അതിൻ്റെ കഴുക്കോല് വരെ ഊരി വിറ്റ് ജീവിച്ച് അത്ര ദാരിദ്ര്യ അവസ്ഥയിലേക്ക് വന്ന കുടുംബാംഗങ്ങളും ഉണ്ട് അവരിൽ തന്നെ. അതുപോലെയാണ് ഇപ്പോൾ CPMൻ്റെ അവസ്ഥ. പണ്ട് പ്രതാപകാലത്ത് നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പങ്കിലി എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് ശക്തമായി ഊർജത്തോടെ വിളിക്കാൻ കൂലിക്ക് ആളെ വിളിക്കേണ്ടതിൻ്റെ ഗതികേടില്ലായിരുന്നു. നിരവധി പേർ പുറകെ വരുമായിരുന്നു. ഒരു വിളിക്കുമ്പോൾ തന്നെ തൊഴിലാളി വർഗ പാർട്ടിയാണ്, തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുന്ന നേതാക്കന്മാരാണ്, ഒരുപാട് പേരുടെ കൊണ്ട് പണിതുയർത്തിയ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ലാൽ സലാം എന്ന സിനിമയിലൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെ ഡയലോഗുകളും സിനിമയൊക്കെ കാണുമ്പോൾ കമ്മ്യൂണിസത്തോടൊക്കെ നമുക്ക് വല്ലാത്തൊരു ആരാധനയൊക്കെ തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് പ്രതാപകാലത്താണ്. ഈ ഇല്ലങ്ങൾ പ്രതാപകാലത്ത് നിൽക്കുന്നത് ഇല്ല ക്ഷയിച്ചതിൻ്റെ അവസ്ഥ പോലെയാണ് CPMൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതില്ലാത്ത പ്രതാപകാലമാണ്. പിന്നീട് ആളെ വിളിച്ച് മുഖ്യമന്ത്രിയുടെയൊക്കെ പല പരിപാടികളിലും പണം കൊടുത്ത് ആളെ വിളിച്ച് പിന്നെ എന്താ പറയുക പരിപാടിക്ക് പങ്കെടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീക്കാരെയൊക്കെ പല പരിപാടിക്കും കൊണ്ടുപോയിട്ട് വന്നില്ലെങ്കിൽ അവരോട് പറയുന്നത് ഫൈൻ അടയ്ക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ വോയിസൊക്കെ പലതവണ വൈറലായതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആരും വിളിക്കാതെ തന്നെ ജനങ്ങൾ മുഴുവൻ അണിനിരക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. EMS നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ EK നായനാർ, VS അച്യുതാനന്ദൻ. എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദനൊക്കെ ഒരു സ്ഥലത്ത് സമ്മേളനം നടത്തുമ്പോഴൊക്കെ ജനങ്ങൾ പാർട്ടി പോലും നോക്കാതെ വന്ന് പ്രസംഗം കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാസ രൂപേണയായ പ്രസംഗം, പക്ഷെ കുറിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ട് പറയേണ്ടവരെ പറയാതെ പറഞ്ഞുകൊണ്ടൊക്കെ അച്യുതാനന്ദൻ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് പാർട്ടി CPM എന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി. പിണറായി = പാർട്ടി എന്ന് എഴുതേണ്ടി വന്നു. മറ്റത് പാർട്ടി = പിന്നീട് വരുന്നവർ എന്നുള്ളതിനപ്പുറം ഇപ്പം പിണറായി = പാർട്ടി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതോടുകൂടി ആളുകൾ പാർട്ടിയെ വെറുക്കാൻ തുടങ്ങി. പാർട്ടിയിൽ നിന്ന് പലരും വിട്ടുപോകാൻ തുടങ്ങി. പാർട്ടിയിൽ നിന്ന് പലരും BJPയിലും കോൺഗ്രസിലേക്കും ചേക്കേറാൻ തുടങ്ങി. കോൺഗ്രസും പിന്നീട് ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പലരും BJPയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറേ പേർ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞ് പാർട്ടിയെ ഉപേക്ഷിച്ചു പോയി. പാർട്ടിയെ തിരുത്താൻ കുറേ പേർ ശ്രമിച്ചു. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കീശ വീർപ്പിക്കുക എന്നതിനപ്പുറം ഇവർക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാന്ന് മനസ്സിലായപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായി കൊഴിഞ്ഞു പോക്ക് തുടങ്ങിയത്. ആ കൊഴിഞ്ഞു പോക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് മധുരയിൽ വെച്ച് 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് SFOയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചതിൽ വീണ മുഹമ്മദ് റിയാസ് പ്രതിയാണ് എന്നുള്ള
വിവരം പുറത്തു വരുന്നു. വീണ മുഹമ്മദ് റിയാസിന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ SFI ചുമത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സമാപന ദിവസം എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടും. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ സിന്ദാബാദ് വിളിക്കാൻ കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. ഈ ആളെ കൊണ്ടുവരുമ്പോൾ അവർക്കറിയില്ലല്ലോ ആരാണ് സമ്മേളനം നടത്തുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് സിന്ദാബാദ് വിളിക്കേണ്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ് ജയ് വിളിക്കേണ്ടതെന്നൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ അറഞ്ചം പുറഞ്ഞ് വിളിച്ചു. CPM സിന്ദാബാദ്, CPM സിന്ദാബാദ്, RSS സിന്ദാബാദ്, BJP സിന്ദാബാദ്. എന്നാൽ നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാകണ്ടേ? അവർക്കും ഇത് മനസ്സിലായില്ല. അവരും കൂടെ സിന്ദാബാദ് സിന്ദാബാദ് എന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതൊക്കെ പരമ കഷ്ടം. ഒരു പാർട്ടിയുടെ നാശത്തിൻ്റെ അവസ്ഥ എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. ഒരു പാർട്ടി ക്ഷയിച്ച് നശിച്ച് അങ്ങ് എന്താ പറയുക, ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു കാര്യമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല നല്ല നേതാക്കളെയും അടിച്ചമർത്തി, പല നല്ല നേതാക്കളെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട്, പലർക്കെതിരെയും ഇല്ലാ കഥകൾ ഉണ്ടാക്കി അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് പാർട്ടി തന്നെ ജനവിരുദ്ധമായി, പാർട്ടി തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു. പാർട്ടി കൈക്കൂലി, അഴിമതി, പെണ്ണ് കേസുമായി പാർട്ടി അങ്ങ് നിറഞ്ഞു നിന്നപ്പോൾ ആളുകൾക്ക് പോലും പാർട്ടിയെ വേണ്ടാതെ. ഇത് മനസ്സിലാക്കാത്തവർ കേരളത്തിലെ CPMകാർ അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന, കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ. അപ്പോൾ ദേശീയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന പലർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായിയിൽ നിന്ന് എന്ന് പാർട്ടി രക്ഷപ്പെടുന്നുവോ, എന്ന് പാർട്ടി പിണറായി എന്ന് പറയുന്ന ആളിൽ നിന്ന് പാർട്ടിയായി മാറുന്നുവോ, അന്ന് ജനങ്ങൾക്ക് സ്വീകാര്യമാകും, ജനങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ പണം കൊടുത്ത് എന്താ പറയുക, ബംഗാളികളെയൊക്കെ പണം കൊടുത്ത് വിളിച്ച് ജയ് വിളിപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ CPMനാണോ BJPക്കാണോ RSSനാണോ കോൺഗ്രസിനാണോ ജയ് വിളിക്കേണ്ടതെന്ന് പോലും അറിയാതെ ആളുകൾ ജയ് വിളിച്ച് സ്വയം നിങ്ങൾ നാണം കഴിയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. പാർട്ടിയെ നന്നാക്കാനും നശിപ്പിക്കാനും അതിൻ്റെ നേതാക്കന്മാർക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കമ്മ്യൂണിസത്തിൻ്റെ പതനം എന്ന് പറയുന്നത്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ വിജയക്കൊടി പാറിച്ച് നടന്ന കമ്മ്യൂണിസം ഇപ്പോൾ എവിടെയാണ്? കേരളത്തിൽ തന്നെ മാത്രം, കേരളത്തിൽ UDFനെ വേണ്ട എന്ന് ജനം വിധി എഴുതിയത് കൊണ്ട് മാത്രമാണ് 2ാം തവണ LDF അധികാരത്തിൽ വന്നത്. അത് അവരുടെ ഭരണ മികവ് കൊണ്ടോ അല്ലെങ്കിൽ അവർ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ടോ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കേരളത്തിൽ കമ്മ്യൂണിസം ഇനി ഉണ്ടാകുമോ? കേരളവും കൂടി കൈവിട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ജീവവായു ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ സിന്ദാബാദ് വിളി ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ്. കാരണം ഇത് കേട്ടെങ്കിലും നേതാക്കന്മാർക്ക് കുറച്ച് നാണമുണ്ടാകട്ടെ, കമ്മ്യൂണിസത്തിലെ നേതാക്കന്മാർക്ക് കുറച്ച് നാണമുണ്ടാകട്ടെ. CPIM സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്.